ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നറിഷ് ആൻഡ് ചെറിഷ് എന്നാണ് ഇംഗ്ലീഷിൽ കാണാൻ കഴിയുന്നത്. നറിഷ് ആൻഡ് ചെറിഷ്, പരിപോഷണം, പരിലാളിക്കുക. നറിഷ് എന്ന് പറയുമ്പോൾ പരിപോഷണം, അവളെ പോറ്റി, പരിപോഷണം, അതിനകത്തൊരു പരിപോഷണമുണ്ട്. പോറ്റുന്ന ഒരു നിലവാരത്തിലേക്ക് ഭർത്താവ് ഉയരുകയാണ്. പോറ്റുന്ന നിലവാരത്തിലേക്ക് ഉയരുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഭാര്യയെ ബലപ്പെടുത്തുന്നത്, ഭാര്യയുടെ കഴിവുകളെ വളർത്തുവാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നത്, ഭാര്യയെ നമ്മൾ എൻകറേജ് ചെയ്യുന്നത്, ഭാര്യയെ നമ്മൾ ശക്തീകരിക്കുന്നത്, എംപവർ ചെയ്യുന്നത്. അവളുടെ കഴിവുകൾ കണ്ടെത്തിയതിന് ശേഷം ആ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് അതിൽ വളരുവാൻ വേണ്ടി ഭാര്യയെ സഹായിക്കുകയാണ്. പോറ്റി, നറിഷ്, പരിപോഷണം. ആ നിലയിൽ ഭർത്താവ് സമീപിക്കുമ്പോൾ തന്നെ പോറ്റി പുലർത്തുകയത്രേ. പുലർത്തുക എന്ന് പറയുമ്പോൾ ചെറിഷ് ചെയ്യുക. പുലർത്തുക എന്നത്, അല്ലെങ്കിൽ അതിന് മറ്റൊരു വിശദീകരണം പറയുകയാണെങ്കിൽ, അർത്ഥം പറയുകയാണെങ്കിൽ പരിലാളിക്കുക. നിന്റെ ഭാര്യയെ വിലപിടിപ്പുള്ള ഒരു ദാനമായി, വിലപിടിപ്പുള്ള ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരു ദാനമായിട്ട് നീ കാണുകയും, ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ ട്രഷർ, ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു നിധിയായിട്ട് നീ കാണുകയും ചെയ്യുക. അങ്ങനെയൊക്കെ കാണാൻ ഇപ്പം കഴിയത്തില്ല, വർഷങ്ങൾ കഴിഞ്ഞില്ലേ. അതിപരിചയത്വം മുഖാന്തരമായിട്ട് ഇപ്പോൾ ഭാര്യയ്ക്ക് ഒരു വിലയുമില്ല. അവളെ ഒന്നിനും കൊള്ളത്തില്ലെന്നാണ് പറയുന്നത്. അവളൊരു പൊട്ടിയാണ്, ഒരു കഴിവില്ലാത്തവളാണ് എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിന് ഭർത്താവെ, താങ്കൾ തന്നെ കാരണക്കാരനാകുന്നു എന്ന് മനസ്സിലാക്കുക.